അമേരിക്കയും ഇറാനും തമ്മിൽ രൂപം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമാധാന വെടിനിർത്തൽ ധാരണയിൽ ഇസ്രായേൽ അതൃപ്തി രേഖപ്പെടുത്തി. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാർ സ്വാഗതം ചെയ്യുമ്പോഴും ഇറാന്റെ ആണവ പദ്ധതി, ബലിസ്റ്റിക് മിസൈൽ ശേഖരം, പ്രാദേശിക സായുധ സഖ്യങ്ങൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായ നിയന്ത്രണങ്ങൾ കരാറിൽ ഇല്ലെന്നതാണ് ഇസ്രായേലിന്റെ പ്രധാന ആശങ്ക. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കുവാൻ ആവശ്യമായ നടപടികൾ രാജ്യം തുടരുമെന്ന് വ്യക്തമാക്കി. അമേരിക്ക ഇറാൻ ധാരണ ഇസ്രായേലിന്റെ പ്രധാന യുദ്ധലക്ഷ്യങ്ങളൊന്നും കൈവരിക്കുന്നില്ലെന്നാണ് ഇസ്രായേൽ പ്രതിപക്ഷവും സുരക്ഷാ വിദഗ്ധരും ആരോപിക്കുന്നത്. ഇറാന്റെ ആണവശേഷിയും മിസൈൽ പദ്ധതിയും പൂർണ്ണമായി ഇല്ലാതാക്കാതെ ഉപരോധങ്ങളിൽ ഇളവ് നൽകുന്നത് തെഹ്റാനെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ഇസ്രായേൽ സർക്കാരിനകത്തും ഈ വിഷയത്തിൽ വിമർശനങ്ങൾ ശക്തമായിരിക്കുകയാണ്. അതേസമയം ലബനൻ, സിറിയ, ഗാസ തുടങ്ങിയ മേഖലകളിലെ സുരക്ഷാ നടപടികളിൽ അമേരിക്ക ഇറാൻ ധാരണ തങ്ങളെ ബാധിക്കില്ലെന്നാണ് ഇസ്രായേൽ നിലപാട്. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമല്ല തങ്ങളെന്നും ദേശീയ സുരക്ഷാ താൽപര്യങ്ങൾക്കനുസരിച്ച് സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനുള്ള അവകാശം നിലനിർത്തുമെന്നും ഇസ്രായേൽ നേതൃത്വം ആവർത്തിച്ചു. എന്നാൽ മേഖലയിൽ സംഘർഷം കുറയ്ക്കുവാൻ നയതന്ത്ര ശ്രമങ്ങൾ വേണ്ടിവരുമെന്നും അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.